കർണാടക കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ നേതൃമാറ്റ വാർത്തകൾ നിഷേധിക്കാതെ മല്ലികാർജ്ജുൻ ഖർഗെ. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്ന് AICC അധ്യക്ഷൻ. എല്ലാം ഇനി ഹൈക്കമാൻഡിന്റെ കയ്യിലെന്നും വിശദീകരണം. That is in the hands of High Command. Nobody can say here what is going in the High Command. This is left to the High Command. High Command has got power to take further actions, but unnecessarily one should not create problems. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുകയാണ്. ശരത്ത്, കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നേതൃമാറ്റ വാർത്തകൾ അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്ന് AICC അധ്യക്ഷൻ പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് പ്രത്യേക പ്രതിനിധി അവിടെ ചെന്ന് MLA-മാരുമായും മുതിർന്ന നേതാക്കളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ അപ്ഡേഷൻ എന്തെല്ലാമാണ്? ഈ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു വെക്കുന്ന വാക്കുകൾ അതിന് ഏത് രീതിയിൽ മനസ്സിലാക്കണം? വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കർണാടകയിൽ എടുക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് AICC അധ്യക്ഷനും ഖാർഗെയുടെ പ്രതികരണം. കാരണം കർണാടകയിൽ നേതൃത്വ മാറ്റം തള്ളാതെയും അല്ലെ അത് നിഷേധിക്കുകയും ചെയ്യാതെയാണ് അദ്ദേഹം ഇന്ന് പത്രക്കാരോട് പ്രതികരിച്ചത്. കർണാടകയിലെ കാര്യങ്ങൾ ഹൈക്കമാൻഡ് സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണെന്നും എല്ലാ തീരുമാനവും ഹൈക്കമാൻഡിന്റെ കയ്യിലാണെന്നും ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇത് DK ശിവകുമാർ പക്ഷത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമായിട്ട് തന്നെ വ്യക്തമാക്കിയത് തങ്ങൾ നേതൃത്വ മാറ്റത്തിന് ഇല്ല എന്നായിരുന്നു. ആ സ്റ്റാൻഡിൽ നിന്ന് മാറ്റം വരുന്നു എന്ന് വേണം ഖാർഗെയുടെ ഈ പ്രസ്താവനയെ നോക്കിക്കാണാൻ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MLA-മാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ ഹൈക്കമാൻഡ് ദൂതൻ തുടരുകയാണ്. AICC ജനറൽ സെക്രട്ടറി തന്നെയാണ് സുർജേവാല, രൺദീപ് സിംഗ് സുർജേവാലയാണ് ഇത് സംബന്ധിച്ച കൂടിക്കാഴ്ച നടത്തുന്നത്. ഉച്ചക്ക് 2 മണി മുതൽ പ്രധാനപ്പെട്ട നേതാക്കളുമായും അതിനുശേഷം MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. ബാംഗ്ലൂർ, മൈസൂർ മേഖലയിലുള്ള MLA-മാരുമായിട്ടാണ് ആദ്യത്തെ കൂടിക്കാഴ്ച. മാണ്ഡ്യ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള അതായത് ജനതാദൾ സിദ്ധാരാമയ്യെ പിന്തുണക്കുന്ന മാണ്ഡ്യയിൽ നിന്നുള്ള MLA-മാരുമായിട്ടും ചർച്ച നടത്തും. അതേപോലെ പ്രധാനപ്പെട്ട വിമത നേതാക്കളുമായിട്ടും ഒറ്റക്കൊറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. നേതൃമാറ്റ വാർത്തകൾ, കർണാടകയിൽ നിന്നുള്ള നേതൃമാറ്റ വാർത്തകളെ മല്ലികാർജ്ജുൻ ഖാർഗെ നിഷേധിക്കുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ശരത്ലാൽ നൽകിയത്.